ഡിയർ സ്റ്റുഡൻസ്, നമ്മളിന്ന് നോക്കുന്നത് പേർട്ടിൻ്റെ അഡ്വാൻറ്റേജസും ലിമിറ്റേഷൻസും ഒക്കെയാണ്. പിന്നെ CPM-ഉം പേർട്ടുമായിട്ടുള്ള സിമിലാരിറ്റീസ് ആൻഡ് ഡിഫറൻസ്. ഓക്കെ, ദെൻ വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് പേർട്ട് ഓവർ CPM? First one, it forces the management to plan carefully and study how the various parts fit into the whole project. So, പേർട്ട് നമുക്കറിയാം CPM-നെ കഴിഞ്ഞ് കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ളൊരു ടെക്നിക്കാണ്. സോ അത് മാനേജ്മെൻറ്റിന് കുറച്ചുകൂടി ഹെൽപ്ഫുൾ ആണ്. And second one, it concentrates attention on critical activities of the project. So പേർട്ടിൽ എന്താ ചെയ്യുന്നത്? ക്രിട്ടിക്കൽ ആക്ടിവിറ്റീസിലേക്ക് കുറച്ചും കൂടെ കോൺസെൻട്രേഷൻ കിട്ടുന്നുണ്ട്. Then third one, it helps to reduce production delays, interruptions and conflicts by scheduling. ഓക്കെ, അപ്പോൾ ഇതിൽ ക്രിട്ടിക്കൽ ആക്ടിവിറ്റീസിലേക്ക് തന്നെ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇതിൽ പേർട്ടിൽ നമുക്ക് പ്രൊഡക്ഷൻ ഡിലേയ്സ് ഒക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നു. ഇൻറ്ററപ്ഷൻസ് ആൻഡ് കോൺഫ്ലിക്ട്സ് ബൈ ദ ഷെഡ്യൂളിങ്ങിൽ വരുന്ന ആ ഒരു കോൺഫ്ലിക്റ്റുകളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? ഓവർകം ചെയ്യാൻ പറ്റുന്നുണ്ട്. ആൻഡ് ബഡ്ജറ്റിംഗ് resources in time. Then fourth one, it forces to take right action at right time for the implementation of the project. So right action എടുക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് പ്രോബ്ലംസ് സോൾവ് ചെയ്ത് പോകുന്നു. So it is much better than CPM technique. Then fifth one, it provides a forward looking type of control. ഒരു കുറച്ചും കൂടെ ഒരു ഫോർസിങ് ആണ്, ഫ്യൂച്ചറിനെ കണ്ടുകൊണ്ടുള്ള രീതിയിലുള്ള ഒരു അപ്രോച്ചാണ് പേർട്ടിൽ നമ്മൾ ചെയ്യുന്നത്. Then it provides up to date information. Then 7.1, it helps to formulate new schedules when it is not possible to implement the existing schedules. അപ്പോൾ നമ്മൾ പറഞ്ഞു CPM-ൻ്റെ ഒരു ലിമിറ്റേഷനായിട്ട് നമ്മൾ പറഞ്ഞു, നമുക്കിപ്പോൾ ഒരു ആക്ടിവിറ്റി നമ്മൾ വിചാരിച്ച പോലെ ക്യാരി ഔട്ട് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ നമ്മളത് മാറ്റുവാണെങ്കിൽ നമുക്ക് പുതിയ നെറ്റ്വർക്ക് ഡയഗ്രാം വരച്ചിട്ട് വേണം നമുക്ക് ആ ആക്ടിവിറ്റീനെ കംപ്ലീറ്റ്ലി റീഅറേഞ്ച് ചെയ്യണം, റീഅലോക്കേറ്റ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വരുന്നു എന്ന്. പക്ഷേ ഈ പേർട്ടിൽ എന്താ, നമുക്ക് ന്യൂ ഷെഡ്യൂൾസ് ഈസിലി കൊടുക്കാൻ വേണ്ടി പറ്റുന്നു. Then eighth one, it helps to coordinate the various parts of the project and thereby helps to complete the project in time. അപ്പോൾ ഇവിടെ കോർഡിനേഷൻ കുറച്ചും കൂടെ ഈസി ആൻഡ് എഫക്റ്റീവായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യപ്പെടുന്നു എന്നാണ് പറയുന്നത്. ദെൻ അടുത്തത് ലിമിറ്റേഷനാണ്. നമുക്കറിയാം ഏത് ടെക്നിക്കാണെങ്കിൽ അതിൻ്റേതായിട്ടുള്ള ലിമിറ്റേഷൻസ് ഉണ്ട്. അപ്പം പേർട്ടിൻ്റെ ലിമിറ്റേഷൻസ് എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ, ഇറ്റ് എംഫസൈസ് ഓൺ ടൈം ഓൺലി, ഇറ്റ് ഈസ് നോട്ട് ഗിവിങ് ഇമ്പോർട്ടൻസ് ടു കോസ്റ്റ്. അപ്പോൾ അത് വലിയൊരു ലിമിറ്റേഷൻ തന്നെയാണ്. ഇവിടെ നമുക്ക് ടൈമിൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നു. അപ്പോൾ നമുക്ക് തന്നെ അറിയാം, നമുക്കൊരു ആക്ടിവിറ്റി അല്ലെങ്കിൽ ഒരു പ്രോജക്റ്റ് നമുക്ക് ഒരുപാട് ക്യാഷ് എടുത്തിട്ട് ഇറക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും, അങ്ങനെ പോസിബിൾ ആണ്. പക്ഷെ അതുകൊണ്ട് കാര്യമില്ല. അപ്പോൾ ഈ പേർട്ടിൽ നമുക്ക് ടൈമിലേക്ക് തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യുന്നു, ടൈമിൽ കംപ്ലീറ്റ് ചെയ്യണം. ടൈംലി കംപ്ലീഷനാണ് അവിടുത്തെ ഒരു മെയിൻ ഫോക്കസ് എന്ന് പറയുന്നത്. സോ വി ആർ ഇൻ ദാറ്റ് കേസ് വി ആർ സംടൈംസ് നമ്മൾ എന്ത് ചെയ്യുന്നു? വി ആർ നെഗ്ലക്റ്റിംഗ് ദ കോസ്റ്റ് ഓഫ് ദ project. Then second one, developing a clear and logical network is difficult. പേർട്ടിൽ നെറ്റ്വർക്ക് ഡയഗ്രാം വരയ്ക്കുക എന്നുള്ളത് കുറച്ച് ഡിഫിക്കൽട്ട് ആണ്. ദെൻ തേർഡ് വൺ, ഇറ്റ് ഈസ് നോട്ട് സ്യൂട്ടബിൾ ഫോർ റുട്ടീൻ പ്ലാനിങ് ഓഫ് റിക്വയറിങ് ആക്ടിവിറ്റീസ്. നമ്മൾ പേർട്ടിനെ കുറിച്ച് സംസാരിച്ചപ്പോൾ തന്നെ പറഞ്ഞിരുന്നു, പേർട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് നോൺ റിപ്പീറ്റേറ്റീവ് ആൻഡ് ഇറഗുലർ ആയിട്ടുള്ള ആക്ടിവിറ്റീസിൽ പ്രൊജക്റ്റിലൊക്കെയാണ് നമ്മൾ പേർട്ട് യൂസ് ചെയ്യുന്നത് എന്ന് പറഞ്ഞിരുന്നു. ദെൻ it does not consider the resources required at various stages of the product. അപ്പോൾ നമ്മൾ ഈ ഒരു പ്രൊജക്റ്റിൻ്റെ മൊത്തമായിട്ടുള്ള റിസോഴ്സുകളെയാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നുള്ളൂ. ഓരോ സ്റ്റേജിലും എത്ര ആക്ടിവിറ്റീസ് നടക്കുന്നു, നമുക്ക് റിസോഴ്സുകൾ ആവശ്യമാണ് എന്നുള്ളത് നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല. ദെൻ ദേ മേ ബി എറേഴ്സ് ഇൻ ടൈം എസ്റ്റിമേഷൻ. നമ്മൾ 3 ടൈമായിട്ടാണ് പേർട്ടിൽ എടുക്കുന്നതെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ ആ ടൈം എസ്റ്റിമേഷനിൽ ചെറിയ തെറ്റുകൾ വരാൻ സാധ്യതയുണ്ട്. Then the major limitation of this technique is its time estimate itself. If time estimates are not correct, then the network and critical path has no meaning. അപ്പോൾ ഇവിടെ ടൈമിലേക്ക് മാത്രമാണ് സ്റ്റിക്ക് ഓൺ ചെയ്യുന്നതെന്ന് നമ്മൾ പറഞ്ഞിരുന്നു, കോസ്റ്റ് ഇവിടെ കൺസിഡർ ചെയ്യുന്നില്ല. സോ ഈ ടൈമിൽ മാത്രം സ്റ്റിക്ക് ഓൺ ചെയ്തിട്ട് നമ്മൾ ചെയ്യുമ്പോൾ പോലും ടൈമിൽ പല എററുകൾ കൊണ്ട് നമ്മുടെ ആ ഒരു കംപ്ലീറ്റ് ഷെഡ്യൂൾ തെറ്റിപ്പോകാനുള്ള സാധ്യത കാണുന്നുണ്ട്. Then frequent updating and revising the PERT calculations are required for an active control of project. Experts are required for this purpose, so it is a costly affair. അപ്പോൾ പേർട്ട് നമ്മൾ പറഞ്ഞു റീഅറേഞ്ച് ചെയ്യാം, നമുക്ക് റീഅലോക്കേറ്റ് ചെയ്യാം, മാറ്റി വരയ്ക്കാൻ പറ്റും എന്ന് പറഞ്ഞു. പക്ഷേ അതെന്താണ്? അത് ഡിഫിക്കൽട്ടാണ്. അപ്പോൾ അതുകൊണ്ട് എക്സ്പേർട്സിനെ അത് പറ്റുള്ളൂ. സോ ഇറ്റ് ബിക്കംസ് എ കോസ്റ്റ്ലി അഫെയർ ടു ക്യാരി ഔട്ട്. ദെൻ നമുക്ക് നോക്കാം പേർട്ടും CPM-ഉം തമ്മിലുള്ള സിമിലാരിറ്റീസ് എന്തൊക്കെയാണ്. നമുക്ക് രണ്ടും ഒരു നെറ്റ്വർക്ക് അനാലിസിസ് ഡയഗ്രാം തന്നെയാണ്. സോ നമുക്ക് അത് രണ്ടും തമ്മിൽ എന്തായാലും സിമിലാരിറ്റീസ് ഉണ്ട്. അപ്പോൾ അത് രണ്ടും എന്താണ്? ഫസ്റ്റ് സിമിലാരിറ്റി എന്ന് പറയുന്നത് രണ്ടും നെറ്റ്വർക്ക് ടെക്നിക്സ് ആണ്, ഡയഗ്രാമാണ്, നമ്മൾ ഡയഗ്രാമാറ്റിക്കലി റെപ്രസെൻറ്റ് ചെയ്യുന്ന രീതിയാണ് രണ്ടിനുമുള്ളത്. ദെൻ അണ്ടർ ബോത്ത് ടെക്നിക്സ് നെറ്റ്വർക്ക് ഗ്രാം ആർ ഡ്രോൺ ഈസ് ടു സീ ദാറ്റ്
The primary objective of both techniques project is completed within a specified time plan. That is, രണ്ടിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, നെറ്റ്വർക്ക് ഡയഗ്രമാണ്, ഗ്രാം അല്ല ഡയഗ്രമാണ്. അത് ഇവിടെ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. ഓക്കെ, ഇവിടെ രണ്ടിലും നമ്മൾ എന്ത് വരയ്ക്കുന്നു, നെറ്റ്വർക്ക് ഡയഗ്രമാണ് നമ്മൾ വരയ്ക്കുന്നത്. ഓക്കെ, നെറ്റ്വർക്ക് ഡയഗ്രമാണ് നമ്മൾ രണ്ടിലും വരയ്ക്കുന്നത്. അതാണ് നമ്മൾ ഫസ്റ്റ് വൺ നെറ്റ്വർക്ക് ടെക്നിക്കാണ്, നെറ്റ്വർക്ക് അനാലിസിസ് ടെക്നിക്കാണ്. സെക്കൻഡ് വൺ രണ്ടിലും നമ്മൾ നെറ്റ്വർക്ക് ഡയഗ്രമാണ് നമ്മൾ വരയ്ക്കുന്നത്. ദെൻ തേർഡ് വൺ, ദ പ്രൈമറി ഒബ്ജക്റ്റീവ് ഓഫ് ബോത്ത് ടെക്നിക് പ്രോജക്റ്റ് ഈസ് കംപ്ലീറ്റഡ് വിത്തിൻ എ സ്പെസിഫൈഡ് ടൈം പ്ലാൻ. രണ്ടിൻ്റെ പ്രൈമറി ഒബ്ജക്റ്റ് എന്ത് തന്നെയാണ്, ഒരു സ്പെസിഫൈഡ് ടൈമിൻ്റെ ഉള്ളിൽ ഈ ഒരു പ്രൊജക്റ്റ് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്, ടൈം തന്നെയാണ് രണ്ടിൻ്റെയും ഫോക്കസ് എന്ന് പറയുന്നത്. Then fourth one, under both techniques the project is divided into various activities and events. നമുക്ക് കണ്ടറിയാം രണ്ടിലും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ആക്ടിവിറ്റീസ് ആയിട്ടും ഇവൻറ്റ്സ് ആയിട്ടും വരയ്ക്കുകയാണ് ചെയ്യുന്നത്. അതും നമ്മൾ സർക്കിൾസും ആരോ മാർക്സും വെച്ച് തന്നെയാണ് നമ്മൾ റെപ്രസെൻറ്റും ചെയ്യുന്നത്. Then fifth one, critical area and critical path are found in both techniques. നമുക്ക് ക്രിട്ടിക്കൽ ആക്ടിവിറ്റി ഉണ്ട്, ക്രിട്ടിക്കൽ ഏരിയ ഉണ്ട്, ക്രിട്ടിക്കൽ പാത്തും ഉണ്ട് രണ്ടിലും. Then both are used as decision making technique. നെറ്റ്വർക്ക് അനാലിസിസ് എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്, ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ടാണ്, മാനേജ്മെൻറ്റിന് ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ടുള്ള ടെക്നിക്കായിട്ടാണ് നമ്മൾ രണ്ടും യൂസ് ചെയ്യുന്നത്. ദെൻ ഡിഫറൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഡിഫറൻസ് എന്ന് പറയുമ്പോൾ CPM എന്ന് പറയുന്നത് ആക്ടിവിറ്റി ഓറിയൻറ്റഡ് ആണ്, PERT എന്ന് പറയുന്നത് ഇവൻറ്റ് ഓറിയൻറ്റഡ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് രണ്ടും ഇപ്പോൾ വരച്ച് കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി, അതിൻ്റെ പ്രാക്ടിക്കലായിട്ടുള്ള പ്രോബ്ലം വരച്ച് കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി. CPMൽ നമ്മൾ ആക്ടിവിറ്റീസ് ആണ് കൂടുതൽ പറയുന്നത്, PERTൽ നമ്മൾ ഇവൻറ്റിനെയാണ് ഫോക്കസ് ചെയ്യുന്നത്. അതാണ് അത് തമ്മിലുള്ള മെയിൻ ഡിഫറൻസ് എന്ന് പറയുന്നത്. ദെൻ സെക്കൻഡ് വൺ, CPM ഇസ് ഡിറ്റർമിനിസ്റ്റിക് മോഡൽ വിത്ത് സിംഗിൾ ടൈം എസ്റ്റിമേറ്റ്, ബട്ട് PERT ഈസ് പ്രോബബിലിസ്റ്റിക് മോഡൽ വിത്ത് 3 ടൈം എസ്റ്റിമേറ്റ്സ്. ഓക്കെ, അപ്പോൾ CPMൽ നമുക്ക് ഒറ്റ ടൈമേ ഉള്ളൂ, ഡ്യൂറേഷൻ എന്ന് നമ്മൾ പറഞ്ഞ് മാർക്ക് ചെയ്യുന്ന ഒറ്റ ടൈമേ ഉള്ളൂ, ദാറ്റ് ഈസ് ഡിറ്റർമിനിസ്റ്റിക്. ദെൻ PERTൽ അങ്ങനെയല്ല, നമുക്ക് 3 ടൈമുകൾ വരുന്നുണ്ട്. ഏതൊക്കെയാണ് നമ്മുടെ 3 ടൈമുകൾ, ഒപ്റ്റമിസ്റ്റിക്, മോസ്റ്റ് ലൈക്ലി ആൻഡ് പെസിമിസ്റ്റിക്. ഇങ്ങനെ 3 ടൈമുകൾ നമുക്ക് വരുന്നുണ്ട്, സോ ദാറ്റ് ഇറ്റ് ഈസ് പ്രോബബിലിസ്റ്റിക്. ദെൻ തേർഡ് വൺ, CPM ഡസ് നോട്ട് ഡീൽ വിത്ത് അൺസർട്ടനിറ്റി ഇൻ ടൈം, PERT ഡീൽസ് വിത്ത് അൺസർട്ടനിറ്റി ഇൻ ടൈം. നമ്മൾ പറഞ്ഞു ഡിറ്റർമിനിസ്റ്റിക് ആയതുകൊണ്ട് തന്നെ അവിടെ അൺസർട്ടനിറ്റി ഒന്നുമില്ല. CPMൽ ഡിറ്റർമിനിസ്റ്റിക് ടൈമാണ്, സോ ദർ ഇസ് നോ അൺസർട്ടനിറ്റി exist in time. And then PERTൽ വരുമ്പോൾ അതെന്താണ്, പ്രോബബിലിസ്റ്റിക് ആണ്, സോ ഓഫ് കോഴ്സ് there exists a kind of uncertainty in time. Then fourth one, the use of dummy activities is required in PERT for representing the proper sequencing. CPMൽ use of dummy activities are not necessary. നമ്മൾ CPM വരച്ചപ്പോൾ നമുക്കറിയാം, നമുക്ക് ഒരു രീതിയിലും രണ്ടെണ്ണത്തിന് ജോയിൻ ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷനിൽ മാത്രമാണ് നമ്മൾ ഡമ്മി യൂസ് ചെയ്യുന്നുള്ളൂ. പക്ഷേ PERTൽ നമ്മൾ ഡമ്മി യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ ഫിഫ്ത്ത് വൺ, CPM is used for നോൺ റിപ്പീറ്റേറ്റീവ് ജോബ്. നമ്മൾ പറഞ്ഞതാണ് CPM എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്, നോൺ റിപ്പീറ്റേറ്റീവ് ജോബിന് നമ്മൾ യൂസ് ചെയ്യുന്നില്ല. ദെൻ PERT is used for റിപ്പീറ്റേറ്റീവ് ജോബ്സ്. നമ്മൾ PERT റിപ്പീറ്റേറ്റീവ് ജോബ്സിന് വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, നമ്മളത് ഓൾറെഡി പറഞ്ഞതാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ എഴുതിയതിൽ മിസ്റ്റേക്കാണ്. CPM ആണ് നമ്മൾ നോൺ റിപ്പീറ്റേറ്റീവ് യൂസ് ചെയ്യാത്തത്, ആൻഡ് PERT is used for നോൺ റിപ്പീറ്റേറ്റീവ് ജോബ്സ്. ദെൻ CPM കൺസിഡർ ബോത്ത് ആസ്പെക്ട്സ് ഓഫ് ടൈം ആൻഡ് കോസ്റ്റ്. PERT is mainly concerned with time. നമ്മൾ PERTൻ്റെ ഒരു മെയിൻ ലിമിറ്റേഷൻ ആയിട്ട് എന്താണ് പറഞ്ഞത്, ടൈം മാത്രമായിട്ട് കൺസിഡർ ചെയ്യുന്നുള്ളൂ, അവിടെ കോസ്റ്റേ കൺസിഡർ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിരുന്നു. അതാണ് ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത്. CPMൽ നമ്മൾ രണ്ടും കൺസിഡർ ചെയ്യുന്നുണ്ട്, ഈവൻ ദോ ടൈമിന് നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. PERTൻ്റെ കേസ് വരുമ്പം അവിടെ ടൈമിനാണ് ഫോക്കസ് ഫുൾ കൊടുക്കുന്നത്. നമുക്ക് കോസ്റ്റ് എങ്ങനെ വന്നാലും പ്രോബ്ലം ഇല്ല, ടൈംലി അത് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഒരു മെയിൻ ഫോക്കസ് എന്ന് പറയുന്നത്. Then seventh one, CPM does not incorporate statistical analysis in determining time estimates, but PERT analysis consider statistical analysis to determine the probabilities related with time. ഓക്കെ, അപ്പോൾ ഇവിടെ സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് ഏത് യൂസ് ചെയ്യുന്നില്ല, CPM യൂസ് ചെയ്യുന്നില്ല, PERT സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് യൂസ് ചെയ്യുന്നുണ്ട്. Then eighth one, CPM is used for construction and business problem. PERT is applied mainly for planning and scheduling. ഇവിടെ കൺസ്ട്രക്ഷനും ബിസിനസ് പ്രോബ്ലം സാറ്റിസ്ഫൈ ചെയ്യാനും വേണ്ടി നമ്മൾ CPM യൂസ് ചെയ്യുമ്പോൾ PERT നമ്മൾ മെയിൻലി യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. നമ്മൾ പറഞ്ഞു മാനേജ്മെൻറ്റിൻ്റെ നോൺ റിപ്പീറ്റേറ്റീവ് ആയിട്ടുള്ള ഇറിവേഴ്സിബിൾ ആയിട്ടുള്ള ഡിസിഷൻസ് എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ PERT യൂസ് ചെയ്യുന്നത്. സോ നാച്ചുറലി അത് എന്തിനു വേണ്ടിയിട്ടായിട്ട് പോകുന്നു, പ്ലാനിങ്ങും ഷെഡ്യൂളിങ്ങും ഡിസിഷൻ മേക്കിങ്ങിലേക്ക് രീതിയിലേക്ക് എന്ത് പോകുന്നു, PERT പോകുന്നു. Then ninth one, CPM is not an important control device when it's compared with PERT. അപ്പോൾ നമുക്കറിയാം ഏതൊരു ടെക്നിക്ക് വന്നു കഴിഞ്ഞാലും അതിന് കുറച്ച് ലിമിറ്റേഷൻ വന്നു കഴിയുമ്പോൾ അതിൻ്റെ അഡ്വാൻസ് ടെക്നിക്കായിട്ടാണ് നമ്മൾ അടുത്ത് കണ്ടുപിടിക്കുന്നത്. സോ ഇവിടെ CPM വന്നു, CPMൻ്റെ കുറേ ലിമിറ്റേഷൻസ് ഉൾക്കൊണ്ടുകൊണ്ടാണ് PERT നമ്മൾ വന്നത്. അതുകൊണ്ട് തന്നെ CPMനെ കഴിഞ്ഞും ബെറ്റർ ആയിട്ടുള്ള ഒരു ടെക്നിക്ക് എന്താണ്, PERT ആണ്. ദെൻ
PERT changes are introduced on network, then it will force to repeat the entire evaluation of the project each time. PERT എന്താ സംഭവിക്കുന്ന ഇമ്പോർട്ടൻറ്റ് കൺട്രോൾ ഡിവൈസ് ആണ്. CPM നമുക്കൊരു സ്ട്രോങ് ആയിട്ടുള്ളൊരു കൺട്രോൾ ഡിവൈസ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റില്ല, പക്ഷെ PERTനെ അങ്ങനെ പറയാൻ പറ്റും എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? CPMൽ നമുക്ക് ഞാൻ മുൻപേ പറഞ്ഞതുപോലെ CPMൽ എന്തെങ്കിലും ഒരു മാറ്റം വരുത്തണം, ആക്ടിവിറ്റീസിലോ അങ്ങനെ എന്തെങ്കിലും ഒരു മാറ്റം വരുത്തണമെങ്കിൽ നമുക്കത് കംപ്ലീറ്റ്ലി റീഡ്രോ ചെയ്യണം, റീഅലോക്കേഷൻ നടത്തണം. പക്ഷേ PERTൽ അങ്ങനെയല്ല, നമ്മൾ ഫ്ലെക്സിബിൾ ആണ് കുറച്ചും കൂടെ. കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഒരു ആവശ്യാനുസരണം നമുക്ക് റീസ്ട്രക്ചർ ചെയ്യാൻ കുറച്ചും കൂടെ ഈസിയർ ആണ്. ബട്ട് ഇറ്റ് ഈസ് ടൈം കൺസ്യൂമിങ് ആൻഡ് ഇറ്റ്സ് എ കോസ്റ്റ്ലി അഫെയർ. നമുക്ക് എക്സ്പേർട്ടീസിൻ്റെ ആവശ്യമുണ്ട്, അതുകൊണ്ട് കോസ്റ്റ്ലി അഫെയർ ആണ്. പക്ഷേ ഇറ്റ് ഇസ് പോസിബിൾ ഇൻ കേസ് ഓഫ് PERT. പക്ഷേ CPMൻ്റെ കേസിൽ അത് പോസിബിൾ അല്ല. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത്. ദെൻ 10th one, crashing is applicable in CPM while it is not applicable in PERT. Crashing പറ്റും, CPMൽ crashing പറ്റും. Then 11th one, CPM critical path is determined on the basis of float, while PERT critical path is determined on the basis of slack. അപ്പോൾ നമ്മൾ പഠിച്ച രണ്ട് ടൈപ്പ് ഓഫ് ആക്ടിവിറ്റീസ്. അപ്പം നമുക്ക് സ്ലാക്ക് വേരിയബിൾ ഉണ്ട്, സ്ലാക്ക് ഉണ്ട്, എന്താണ് ഫ്ലോട്ടും ഉണ്ട് അല്ലേ. അപ്പം നമ്മൾ CPM പഠിച്ചപ്പോൾ നമ്മൾ ഫ്ലോട്ടുകളെ കുറിച്ച് പഠിച്ചു, PERT പഠിച്ചപ്പോൾ നമ്മൾ സ്ലാക്കുകളെ കുറിച്ചും പഠിച്ചു. അപ്പോൾ അതൊരു ഡിഫറൻസ് ആണ്. CPMൽ നമ്മൾ ഫ്ലോട്ടാണ്, മറ്റേ ഇതിലേക്ക് വരുമ്പോൾ PERTലേക്ക് വരുമ്പോഴോ സ്ലാക്കാണ്. ദെൻ ലാസ്റ്റ് ഡിഫറൻസ് എന്ന് പറയുന്നത്, അണ്ടർ CPM ഈച്ച് ആക്ടിവിറ്റി ഇൻ ദ നെറ്റ്വർക്ക് ഡയഗ്രാം ഈസ് റെപ്രസെൻറ്റഡ് ബൈ എ സർക്കിൾ ആൻഡ് ആരോസ് ഇൻഡിക്കേറ്റ് sequencing requirement. In case of PERT, each event is represented by circles and arrows are used to indicate activities. അപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു ഇവിടെ നമുക്ക് നമ്മൾ ആ ഫസ്റ്റ് ഡിഫറൻസ് പറഞ്ഞിരുന്നപ്പോൾ എന്താണ് നമ്മൾ പറഞ്ഞത്? CPM എന്ന് പറയുന്നത് ആക്ടിവിറ്റി ഓറിയൻറ്റഡ് ആണ്, PERT എന്ന് പറയുന്നത് ഇവൻറ്റ് ഓറിയൻറ്റഡ് ആണ്. അപ്പോൾ അതാണ് ഈ നമ്മുടെ ലാസ്റ്റ് ഡിഫറൻസിലും അവർ പറയുന്നത്.